നിസാം ബഷീറിൻ്റെ നല്ലൊരു അടിപൊളി ക്യൂട്ട് മൂവി. അടിയോടടി എന്ന് പറഞ്ഞാൽ അടിയോടടി. പടം തുടങ്ങിയാൽ ലാസ്റ്റ് വരെ അടി തന്നെയാണ്. ഞാൻ പറയില്ലേ, പൃഥ്വിരാജ് എന്നൊരു ആക്ടറിനെ എക്സ്പെക്ട് ചെയ്ത് വരരുത്. രാജീവിനെ കാണാൻ വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നല്ല ഫിലിമാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം. നല്ലൊരു എക്സ്പീരിയൻസ് ഫിലിം തന്നെ പറയാൻ പറ്റും. ചേട്ടൻ്റെ പല പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു നോബിയായിട്ട് പെർഫോമൻസ്, അല്ലെങ്കിൽ ഒരു ആവറേജ് മാനായിട്ട് ആരും ശ്രദ്ധിക്കാത്ത നമ്മളിലൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുള്ള ഒരാളെ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിലുള്ള പെർഫോമൻസ് തന്നെയാണിത്. എന്താ പറയുക, ഒരു ആവറേജ് മാൻ്റെ ലൈഫിൽ ഇതേപോലെ സംഭവം നടന്നാൽ അയാൾ എങ്ങനെ സൊസൈറ്റി എങ്ങനെയാണ് അയാൾ കാണുന്നത് എന്നൊക്കെ നമുക്ക് സ്ക്രീനിലൂടെ നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ പറയുക, ഇത് ഓവർ എക്സ്പെക്ടേഷനിൽ വരാതിരിക്കുന്ന എനിക്ക് ഏറ്റവും പറ്റും. ഒരു നോർമൽ ഫിലിം കാണാൻ വരുന്ന പോലെ വന്ന് കണ്ടുപോകാണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന നല്ലൊരു ഫിലിമാണ്. നല്ല മേക്കിംഗ്, നല്ല സ്റ്റൺസ്, നല്ല BGM. എന്താ പറയുക, നല്ലൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിം തന്നെയാണ്. പടം നല്ല പടമായിരുന്നു. ഡയറക്ഷൻ നന്നായിരുന്നു. പിന്നെ ആ കുട്ടികൾ നന്നായിരുന്നു. പിന്നെ രാജചേട്ടൻ നന്നായിരുന്നു. പാർവതി നന്നായിരുന്നു. പിന്നെ ഒരു ഫാമിലിക്ക് പറ്റിയ പടം. നമുക്ക് നല്ല ഒരു എല്ലാം കൊണ്ടും കണ്ടിരിക്കാവുന്ന നല്ലൊരു പടം. പൃഥ്വിരാജിൻ്റെ പടം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വേണം. ആ ഒരു ഹൈപ്പ് പടത്തിനുണ്ട്, അത് മീറ്റ് ചെയ്തു. അല്ല, പൃഥ്വിരാജ് ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപടമാണോ? അടിപടമാണോ? അടിപ്പടമായിട്ടല്ല, ഫാമിലി എൻ്റർടൈനറുമാണ്. അടിയുണ്ട്, എല്ലാം ഉണ്ട്. സസ്പെൻസ് ഉള്ളൊരു പടം. തീർച്ചയായും പൃഥ്വിരാജ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ, നല്ല പിക്ചറൈസേഷൻ, നല്ല പടം. വലിയ ഹൈപ്പൊന്നും ഇല്ലാണ്ട് ഒരു സൈലന്റ് ആയിട്ട് വന്നൊരു പടമാണ്. അത്യാവശ്യത്തിന് ഹൈപ്പും ഉണ്ട്. നല്ല ഹൈപ്പുള്ള പടമാണ്. ആ ഹൈപ്പിൽ തന്നെ നിൽക്കുന്നു. സസ്പെൻസ് ഉള്ളതുകൊണ്ട് ഇത് തുടർന്നു പോകും. ആൾക്കാരെ പിടിച്ചിരുത്തും. അടിപടമാണോ? അടിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സിനിമയിൽ എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. ഒന്നെ നോബടി കണ്ടിറങ്ങിയുള്ളൂ. രാജുവിൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. അടിപൊളിയുണ്ട്. മൂവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റോബറി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു കുടുംബത്തിലുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. നിസാം ബഷീറിൻ്റെ നല്ലൊരു അടിപൊളി ക്യൂട്ട് മൂവി. അടിയോടടി എന്ന് പറഞ്ഞാൽ അടിയോടടി. പടം തുടങ്ങിയാൽ ലാസ്റ്റ് വരെ അടി തന്നെയാണ്. കണ്ടിങ്ങനെ പൊളിച്ചിരിക്കുക. അമ്മാരി സീന്. ഞെട്ടിച്ചോ പൃഥ്വിരാജ്? ഞെട്ടിച്ചു തന്നെ പറയാം. രാജുവേട്ടൻ്റെ അഭിനയം അടിപൊളിയുണ്ട്. പിന്നെ കുട്ടിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ പറയില്ലേ, പൃഥ്വിരാജ് എന്നൊരു ആക്ടറിനെ എക്സ്പെക്ട് ചെയ്ത് വരരുത്. രാജീവിനെ കാണാൻ വേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അടിപടമാണോ? അടിയുണ്ട്. നല്ല സ്റ്റൺസാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല BGM ആണ്, നല്ല ക്യാമറ വർക്കാണ്. ഗംഭീരമാണ്. ഞാൻ പറയുന്നത്, നിങ്ങളത് തിയേറ്ററിൽ കണ്ടാലേ, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് വരുന്നത്, നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ആകും. പാർവതി പൃഥ്വിരാജ് കോംബോ എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു ആ കോംബോ കാണാനായിട്ട്. എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ എങ്ങനെയാണോ അതേപോലെയാണോ അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്.